Hi guys, welcome back to a new video. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്കിൻ കെയർ റുട്ടീനാണ്. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു 99% എൻ്റെ സ്കിന്നിന് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയ പ്രൊഡക്ട്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇതിൽ 2-3 പ്രൊഡക്ട്സ് ഫോർ ഓൾ സ്കിൻ ടൈപ്പാണ്. ഫസ്റ്റ് നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കുറേ പേർക്ക് അറിയായിരിക്കും. ഇനിയിപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ എത്ര നല്ല പ്രൊഡക്റ്റ് ആണെങ്കിലും ആ പ്രൊഡക്റ്റ് നമ്മുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ അല്ലെങ്കിൽ, ഇപ്പം അതിലെ എലമെന്റ്സ് നമ്മുടെ സ്കിൻ ടൈപ്പിന് ഉള്ളതല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കത്തില്ല. ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഏത് പ്രൊഡക്റ്റ് ആണ് വേണ്ട, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ടൈപ്പ് ഏതാണ്, അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കേണ്ടതാണ്. ഇപ്പം എൻ്റെ സ്കിൻ ടൈപ്പ് ഓയിലിയാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എനിക്ക് എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് 100% സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രൊഡക്ട്സ് ഷെയർ ചെയ്യുന്നത്. അല്ലാണ്ട് പ്രൊമോഷൻ അങ്ങനത്തെ ഒന്നുമല്ല. എനിക്ക് ഇത് യൂസ്ഫുൾ ആണ്, പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ മുഖം 2 രാവിലെയും വൈകിട്ട് ക്ലെൻസ് ചെയ്യാറുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസർ സെറ്റാഫിലിന്റെ ഈ ജെന്റിൽ ക്ലെൻസറാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസർ. ഈ ഒരു ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ക്ലെൻസ് ചെയ്യുവാണെങ്കിലും നമ്മളിപ്പം രാവിലെ 2 നേരം ക്ലെൻസ് ചെയ്താൽ മതി. നമ്മുടെ ഫേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓയിലി ആണെങ്കിലും നമ്മൾ 2 നേരം മാക്സിമം ഒരു 3, അതിൽ കൂടുതൽ ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം അൺലെസ് നമ്മളിപ്പോൾ എന്തെങ്കിലും മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കത് എവിടെയെങ്കിലും നമ്മൾ പോയിട്ട് വന്നു, നമ്മൾക്ക് സ്കിന്ന് ഡ്രൈ ആയിട്ട് തോന്നുന്നു, അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ പിന്നെയും ക്ലെൻസർ യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ രാവിലെ വൈകിട്ട് അങ്ങനെ ക്ലെൻസ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഞാനിത് വെച്ച് എൻ്റെ മുഖം ഇപ്പോൾ ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഇത് എൻ്റെ റോസ് സ്കിന്നാണ്. അപ്പോൾ ഞാൻ ഇത് ക്ലെൻസ് ചെയ്തു, ഇത് വെച്ച് ക്ലെൻസ് ചെയ്തു. ഇനിയും നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ മോർണിംഗിൽ ഞാൻ യൂസ് ചെയ്യണതാണ് ഈ വിറ്റാമിൻ സി സിറം. ഇവരിനകത്ത് പറയുന്നത് 2 നേരം യൂസ് ചെയ്യണമെന്നാണ്. പക്ഷെ ഞാൻ കൂടുതൽ ഇത് മോർണിംഗിലാണ് യൂസ് ചെയ്യുന്നത്. നൈറ്റ് ഞാൻ വേറെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നേ ഹൈഡറോണിക് ആസിഡ് യൂസ് ചെയ്തിട്ടുണ്ട്, നയാസിനമൈഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അതൊക്കെ യൂസ്ഫുൾ ആയിരുന്നു. ബട്ട് എനിക്ക് വേണ്ട നീഡല്ലായിരുന്നു അത്. എൻ്റെ സ്കിന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ കുറേ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു. കുറേ ഇപ്പോൾ ഇത് കുറച്ച് ലൈറ്റണായി. ഇതിന് മുന്നേ നല്ലോണം വിസിബിൾ ആയിരുന്നു. എനിക്ക് കുറച്ചുകൂടെ ലൈറ്റർ സ്കിൻ ടോൺ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഡോട്ട്സ് വരുമ്പോൾ നല്ലോണം വിസിബിൾ ആവുമായിരുന്നു. ഞാൻ മുന്നേ ആണെങ്കിലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കിത് ക്യൂറബിൾ അല്ല, ക്യൂറബിൾ ലേസർ വെച്ചാണ് നമുക്കിത് ക്യൂറബിൾ ആയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. എനിക്ക് കുറച്ച് പ്രൊഡക്ട്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രൊഡക്ട്സിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ ഈ സ്പോട്സ് ലൈറ്റൺ ആക്കുമായിരുന്നു. അങ്ങനെയാണ് തന്നേക്കുന്നത്. അപ്പം നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്പോട്സ് ലൈറ്റൺ ആക്കാന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പുറത്തിറങ്ങാന്ന് വെച്ചോ, സൺലൈറ്റ് ഉള്ളപ്പോൾ ഇറങ്ങുകയെന്ന് വെച്ചോ, നന്നായിട്ട് ഇത് കൂടാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ കളർ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. പെട്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ലൈറ്റർ സ്കിൻ ടോൺസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിന്റെ ഒരു യൂസേജ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഈ സ്പോട്സിനെ ലൈറ്റർ ആക്കും. സോ അപ്പൊ എനിക്ക് ഞാൻ ഇപ്പൊ ഇവിടെ എടുത്തേക്കുന്ന മിനിമലിസ്റ്റിന്റെ വിറ്റാമിൻ സി സിറം ആണ്. നിങ്ങളിപ്പോ ഏത് ഇതിന്റെ വിറ്റാമിൻ സി സിറം ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാതിരിക്കാം. എനിക്കിത് 100% സാറ്റിസ്ഫൈഡ് ആണ്. ഈ മിനിമലിസ്റ്റിന്റെ ഈ വിറ്റാമിൻ സി സിറം എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് കുറേയൊക്കെ ഇപ്പോഴും ഉണ്ട്, ബട്ട് എനിക്കിത് ഇങ്ങനെയല്ലായിരുന്നു, കുറച്ചുകൂടെ ഡാർക്കൺ ആയിരുന്നു. എനിക്കിത് നല്ലതായിട്ട് ലൈറ്റനായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനിതാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. എല്ലായിടത്തും നല്ലോണം അപ്ലൈ ചെയ്യാൻ നോക്കുക, അതാണ് മെയിൻ.
പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ഡാബ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അറിയുന്നവരുണ്ടായിരിക്കും, പക്ഷെ ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഈ പ്രൊഡക്റ്റ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ വിറ്റാമിൻ സി സിറം ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഏത് സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെ എൻ്റെ ഇപ്പം സ്കിൻ ഓയിലി ആയതും, പക്ഷെ അങ്ങനെ ഓയിലി സ്കിന്നിനായിട്ട് ലൈക്ക് അങ്ങനെ അങ്ങനെ ഒന്നും പറയില്ല. ഇപ്പം ചില പ്രൊഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഓയിലി ആയിട്ട് തോന്നും. അങ്ങനെയൊന്നും ഇല്ല. ഇത് നല്ലൊരു ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. സോ ഇത് ഓൾമോസ്റ്റ് അബ്സോർബ് ആയി, നമുക്കറിയാൻ പറ്റും. ഇപ്പൊ ഒന്നും അറിയാനേ ഇല്ല അപ്ലൈ ചെയ്തായിട്ട്. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് സിമ്പിളിന്റെ ഈ ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ആണ്. ഇതും ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആണ്. ഇതും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടത്. ഞാൻ പല മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കിപ്പം ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മോയ്സ്ചറാണ്. കാരണം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ലൈറ്റ് ആയിട്ട് തോന്നും, എന്നാ ഹൈഡ്രേറ്റിംഗ് ആയിട്ട് തോന്നും. എനിക്ക് പിന്നെ ഓയിലി സ്കിൻ ടൈപ്പുകാരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മോയ്സ്ചറൈസർ എടുക്കുമ്പോൾ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ എടുക്കുക. ചില മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്നാതെ നമ്മുടെ സ്കിൻ ഓയിലി ആയിരിക്കും, അതിൻ്റെ കൂടെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് നമുക്ക് ഓയിലി ആയിട്ട് തോന്നും. അതുകൊണ്ട് ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. അപ്പം ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കുക. ഇതും നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാൻ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുക. ഒരു 10 സെക്കൻഡ്സ് ഇതൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഇതാക്കിയിട്ട് നമ്മൾ സൺസ്ക്രീൻ. പിന്നെ സൺസ്ക്രീൻ എന്ന് പറയുന്ന ഒരു കാര്യം മസ്റ്റാണ്. ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ എൻ്റെ ഒരു ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നു സൺസ്ക്രീൻ. വെയിലത്ത് പോണില്ലല്ലോ, ഇപ്പൊ വെയിലത്തൊന്നും പോണില്ലെങ്കിൽ വെയിലത്ത് പോണില്ലല്ലോ, പിന്നെ എന്തിനാ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഒരു മെന്റാലിറ്റി എനിക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഇപ്പൊ വെയിലത്തല്ല, നമ്മളിപ്പോ രാവിലെയാണ് എവിടെയെങ്കിലും പോകുന്നത്, പക്ഷെ നമ്മൾ വെയിൽ കൊള്ളുന്നില്ല എങ്കിലും നമ്മൾ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണത് നല്ലതായിരിക്കും. കാരണം ഇല്ലെങ്കിലാണ് ഇപ്പം ഒരു സ്കിൻ ടൈപ്പിലുള്ള ഒരാള് പെട്ടെന്ന് വേറൊരു കളർ ആവും അങ്ങനെയൊന്നും അല്ല പറയണത്. നമ്മുടെ ഏതാണോ സ്കിൻ ടൈപ്പ് അതിനെ എൻഹാൻസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പം ലൈറ്റർ ആവാം, ഡാർക്കർ സ്കിൻ ടോൺ ഉള്ളവരൊക്കെ അതിലെങ്ങനെയാണ് നമുക്ക് എൻഹാൻസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് സ്കിന്നിൽ നമ്മൾ പാക്കിങ് ഉണ്ടാവുക അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പം ടാൻ അടിച്ചിപ്പം ചിലർക്ക് പെട്ടെന്ന് ടാൻ അടിക്കും. അതായത് നമ്മുടെ സ്കിന്നിലൊക്കെ കുറച്ച് വെയിലുണ്ടാകും, പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ടാൻ അടിച്ചു, ഇവിടെ ടാൻ അടിക്കുന്നു, അങ്ങനെ പെട്ടെന്ന് ടാൻ അടിക്കുന്ന സ്കിൻ. അപ്പം ആ ടാനിങ് ഒക്കെ മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ നമ്മൾ സൺസ്ക്രീൻ നല്ലോണം സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പുറത്തിറങ്ങുവാണെങ്കിൽ നമുക്ക് അത്രയും നമ്മുടെ സ്കിന്നിന് നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണ്. നമുക്ക് ടാൻ അടിക്കുന്നൊന്നും എന്നാലും ടാൻ അടിക്കാൻ ചാൻസ് ഉണ്ട് നല്ലോണം വെയിലത്തേക്ക്. അപ്പൊ നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ. അപ്പൊ നമ്മുടെ സ്കിന്നിനെ നമ്മൾ എങ്ങനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കണം. മെയിൻ ആയിട്ട് അതിന് വേണ്ടത് സൺസ്ക്രീൻ ആണ്. അപ്പൊ നമ്മൾ എവിടെ പോണെങ്കിലും സൺസ്ക്രീൻ മസ്റ്റ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് റീക്കോളിന്റെ സൺസ്ക്രീൻ ആണ്. ഇത് ഓയിലി സ്കിൻ ടൈപ്പിന് വേണ്ടിയുള്ള സൺസ്ക്രീൻ ആണ്. ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഡ്രൈ സ്കിന്നും എല്ലാം ഉണ്ട്. എനിക്കിത് നല്ല സൺസ്ക്രീൻ ആയിട്ട് തോന്നിയത്. പിന്നെ ചില സൺസ്ക്രീന് ഈ പറഞ്ഞ പോലെ മോയ്സ്ചറൈസറിനെ പറഞ്ഞ പോലെ അതിലും നല്ലോണം നമ്മുടെ സ്കിന്നിനെ ഓയിലി ആക്കുന്ന സൺസ്ക്രീൻ ഉണ്ട്. അതായത് ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒട്ടും അതുപോലെ ഇങ്ങനെ നമുക്ക് തൊടുമ്പോൾ തന്നെ എന്തോ പോലെ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്തോ പോലെ. എനിക്കങ്ങനെയുണ്ട്, എനിക്ക് അങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനൊരു സൺസ്ക്രീൻ എടുത്തത്. ഇത് ശരിക്കും 3 ഹാൻഡ് റൂളാണ്, പക്ഷെ ഞാൻ ഇവിടെ 2 ഹാൻഡ് എടുക്കുള്ളൂ. എനിക്ക് ഒത്തിരി അത്രയും തേക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ അങ്ങനെ ഇപ്പം നല്ലോണം വെയിലൊക്കെ കൊള്ളുന്നവരാണെങ്കിൽ അങ്ങനെ എടുത്ത് യൂസ് ചെയ്യുക. ഇപ്പം ഞാനിപ്പം 2 ഹാൻഡ് ആണ് എനിക്ക് എടുക്കുന്നത്. പിന്നെ
ചില സൺസ്ക്രീനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര വൈറ്റ് കാസ്റ്റ് ആയിരിക്കും. നമ്മൾ അത് ഇട്ടിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും നമ്മുടെ മുഖവും നമ്മുടെ ബോഡിയുമായിട്ട് നല്ലതായിട്ട് ഇതായിരിക്കും. അതായത് മുഖം മാത്രം കുറച്ച് വെളുത്തിട്ട് ഇങ്ങനെ ഇരിക്കും, ബാക്കി ബോഡിയൊക്കെ വേറൊരു ഈവൻ ടോൺ ആയിട്ടിരിക്കും. അപ്പം നമ്മൾ അങ്ങനെയുള്ള സൺസ്ക്രീൻ എടുക്കാണ്ടിരിക്കുക മാക്സിമം. ഇതിപ്പോ നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കണ്ടു, ഓൾറെഡി നമ്മൾ വിറ്റാമിൻ സി അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഗ്ലോ ഉണ്ടാവും നമ്മുടെ സ്കിന്നിന്. പിന്നെ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര സെറ്റായിട്ടുണ്ട്. ആദ്യം എൻ്റെ സ്കിൻ ഉണ്ടായിരുന്ന പോലെയല്ല, ഇപ്പൊ നല്ല ഒരു ചെറിയ ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഗ്ലോ, ഒരു ഭയങ്കര അങ്ങനെ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ ഒന്നും അല്ല. അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്ട്സ്, ചിലപ്പം അൺലെസ് അങ്ങനെ ഓയിലി കണ്ടെന്നുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവായിരിക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തില് ഒരു പ്രൊഡക്റ്റും അങ്ങനെ നിങ്ങളുടെ സ്കിന്നിൽ ഗ്ലോ ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ള റിസൾട്ട് കിട്ടും എന്നൊന്നും പറഞ്ഞ് യൂസ് ചെയ്യില്ല. നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് 1 month യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ 2 weeks മാക്സിമം ടെസ്റ്റ് ചെയ്യാൻ എടുക്കാം. എന്നിട്ട് നിങ്ങൾ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ കയ്യിൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നോക്കുക. അങ്ങനെ 2 weeks എടുക്കും ഒരു ചെറിയൊരു റിസൾട്ട് എങ്കിലും കാണാൻ പറ്റും. ഒരു 1 week, ഒരു 1 month എടുക്കും ഒരു നല്ലൊരു റിസൾട്ട്സ് കാണാൻ വേണ്ടിയിട്ട്. സോ ഇപ്പം ഞാനിപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇവിടെ മോയ്സ്ചറൈസർ എൻ്റെ നെക്കിൽ അപ്ലൈ ചെയ്തില്ല. പക്ഷെ നിങ്ങൾ ഏത് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുവാണെങ്കിലും നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ സ്കിന്ന് ലൈറ്റർ ആക്കാനുള്ള പ്രൊഡക്റ്റ് ആണ് ഇപ്പം മോസ്റ്റ്ലുള്ള പ്രൊഡക്റ്റ് നമ്മുടെ സ്കിൻ ടോൺ എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണം. പക്ഷെ നമ്മൾ ഇവിടെ മാത്രം കൊടുത്തിട്ട് ഇവിടെ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്കിന്ന് ഫേസ് നല്ലതായിട്ട് ബ്രൈറ്റ് ആയിരിക്കും, പക്ഷെ ഈ പോർഷൻ മാത്രം ഡിഫറെന്റ് ആയിട്ട് വരും. ചിലർ മേക്കപ്പ് ഇടുമ്പം, ഇപ്പൊ എനിക്കാണെങ്കിൽ അറിയാതെ നമ്മൾ മേക്കപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, മുഖത്ത് ഫേസിന് മാത്രം മേക്കപ്പ് ഇടും, ഇവിടെ മേക്കപ്പ് ഇടത്തില്ല. അപ്പൊ നമുക്ക് കാണുന്നവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും, ഇത് മാത്രം എന്താ വെളുത്തിരിക്കണേ, ഇവിടെ എന്താ ഇങ്ങനെ ഇരിക്കണേ, എന്തോ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ഇത് വരും. സോ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യാണ്ടിരിക്കുക, ഞാൻ പറഞ്ഞ പോലെ മറക്കാതിരിക്കുക. പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്തു. ഇനി അടുത്തത്, പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു എൻ്റെ സ്കിന്നിൻ്റെ ലിപ്സിൻ്റെ പിഗ്മെന്റേഷൻ. കാരണം ഞാൻ നല്ലോണം ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഈ ലിപ്സ്റ്റിക്ക് വന്നതിന് ശേഷം, അതായത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് +2 കഴിഞ്ഞാൽ, ഞാൻ +2 കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ 2018 കഴിഞ്ഞിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. 2020 കഴിഞ്ഞിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് 2020 ആയിട്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക. അതുവരെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലിപ് ബാം ആണ്. പിന്നെയാണ് ലിപ്സ്റ്റിക്കിലോട്ട്, ഇപ്പോൾ കോളേജൊക്കെ ആയപ്പോഴാണ് ലിപ്സ്റ്റിക് ഒന്ന് ട്രൈ ചെയ്യണം, ലിപ്സ്റ്റിക് ഇടണം, അങ്ങനെയൊക്കെ ഉള്ളൊരു മെന്റാലിറ്റി ആണ്. അപ്പം ലിപ്സ്റ്റിക് ഇട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം, ഇനിയിപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്നുള്ളത്. നമ്മളിങ്ങനെ ഡ്രസ്സ് ഇടാതെ പുറത്തിറങ്ങുന്ന പോലെ നമുക്ക് ലിപ്സ്റ്റിക് ഇടാതെ പുറത്തിറങ്ങുമ്പോൾ അത് നമ്മളൊന്നും നമുക്കെന്തോ നഷ്ടമായ പോലെയൊക്കെ തോന്നും. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടത്തില്ല. ഇപ്പൊ ചിലര് ഇവളൊന്നും ഞങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടിറങ്ങി, പണ്ടൊക്കെ ഉള്ള, ഇപ്പൊ ആരും പറയത്തില്ല കേട്ടോ, പറയുന്നവരുണ്ടോ എനിക്കറിയില്ല, എന്നൊക്കെ പറയാം ലിപ്സ്റ്റിക് ഇടാതെ ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്. ഇപ്പൊ നമ്മൾ ഒരുങ്ങുന്നതാണെങ്കിലും, എനിക്കെന്നൊക്കെ പറയണ ഇപ്പൊ നല്ലോണം ഒരുങ്ങിയൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് ആണ്. ഞാൻ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മളെ കോൺഫിഡൻസിന് വേണ്ടിയാണ് ഒരുങ്ങുന്നത്. സത്യം കേട്ടോ. ഇപ്പൊ എനിക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ നന്നായിട്ട് ഒരുങ്ങി എനിക്കൊരു കോൺഫിഡൻസ്, അല്ല ഞാൻ ഒരുങ്ങിയില്ല ചുമ്മാ ഇങ്ങനെ പോവാണെങ്കിൽ ഞാൻ വിചാരിക്കും ഇനി എന്താ എനിക്ക് എന്തോ പറ്റിയോ ഇന്ന്. പിന്നെ പെട്ടെന്ന് ആൾക്കാർ നോട്ടീസ് ചെയ്യാനും തുടങ്ങും, എന്ത് പറ്റി, കരഞ്ഞോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ എന്തിട്ടില്ലെങ്കിലും, ആദ്യമൊക്കെ പണ്ടൊക്കെ അത് കാജൽ അല്ലെങ്കിൽ ഐലൈനർ യൂസ് ചെയ്യുന്നതായിരുന്നു. ഐലൈനർ യൂസ് ചെയ്യാതെ പുറത്തിറങ്ങിയാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെയായിരുന്നു എനിക്ക് ലിപ്സ്റ്റിക് ഇടാതെ പുറത്തിറങ്ങിയ പ്രശ്നം, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ യൂസ് ചെയ്ത നല്ലോണം ലിപ്സ്റ്റിക് യൂസ് ചെയ്യും. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ലിക്വിഡ് ലിപ്സ്റ്റിക്കിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അത് നല്ലതാണ്, പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. നിങ്ങളിപ്പോൾ ട്രാൻസ്ഫർ പ്രൂഫ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര ഇപ്പൊ വെള്ളം കുടിച്ചാലോ ഫുഡ് കഴിച്ചാലോ ഒന്നും പോകത്തില്ല. പക്ഷെ നമ്മുടെ ലിപ്സിനെ നല്ലോണം ഡ്രൈ ആക്കും. നമ്മൾ ചിലപ്പം ഇങ്ങനെയൊക്കെ ചെയ്യും, എനിക്ക് അങ്ങനെ ചെയ്യുന്ന സംഭവം, ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ലിപ്സ് തമ്മിലുള്ള ഫ്രിക്ഷൻ നല്ലോണം കൂടും. ഈ ഒന്നാമത് ഡ്രൈ ആയിട്ടിരിക്കുന്ന ലിപ്സ് ആണെങ്കിൽ ഇത് തമ്മിൽ നല്ലോണം വരെയും, അങ്ങനെ നമ്മുടെ പിഗ്മെന്റേഷൻ നന്നായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പം ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 വർഷം യൂസ് ചെയ്ത്, ഒരു 6 വർഷമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ലിപ്സിന് നല്ലോണം പിഗ്മെന്റ് ആയിരുന്നു. നല്ലോണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ ലിപ്സ്റ്റിക് ഇടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ഇങ്ങനെ കാണും. വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറ്, പക്ഷെ വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണാടിയൊക്കെ നോക്കും, അയ്യോ ഇതെന്താ ഇങ്ങനെ എന്ന് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ യൂസ് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ചൊരു ലിപ് ബാമാണ്. കുറെ പേർക്ക് അറിയായിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ സൺസ്ക്രീൻ മുഖത്തിടുന്ന പോലെ SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യാനായിട്ട് നോക്കണം. കാരണം നമ്മുടെ മുഖത്ത് മാത്രമല്ല വെയിലടിക്കുന്നത്, നമ്മുടെ ലിപ്സിലും വെയിലടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വെയിലടിക്കുമ്പോൾ അതും പിഗ്മെന്റഡ് ആവും ഫേസ് പോലെ തന്നെ. സോ SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത്. ഞാൻ യൂസ് ചെയ്യണത് ഈ ക്യാപ്സ്യൂൾ പോലെ ഇരിക്കുന്ന ഈ ലിപ്സ്റ്റിക്. ഇത് ഡെർമക്കോയുടെ ലിപ്സ്റ്റിക് ആണ്. ഡെർമക്കോയുടെ ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ SPF 30 ആണ്. ഇതിനകത്ത് 1% കോജിക് ആസിഡ് ഉള്ള ലിപ്സ്റ്റിക് ആണ്. അപ്പം കോജിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിഗ്മെന്റേഷൻ നന്നായിട്ട് കുറയ്ക്കുന്നൊരു ആസിഡാണ്. സോ അത് ഉള്ള ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് രാവിലെയും വൈകിട്ട്, അതായത് മോർണിംഗും നൈറ്റും, നൈറ്റ് സ്കിൻ കെയറിന്റെ കൂടെയും. പിന്നെ ഉള്ളത് ഈ മോർണിംഗിൽ ഞാൻ അപ്ലൈ ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ ഞാൻ ലിപ്സ്റ്റിക് ഇടാതൊക്കെ നോക്കിയായിരുന്നു ഇത് അപ്ലൈ ചെയ്തിട്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടാം, പക്ഷെ നിങ്ങളിത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് അപ്ലൈ ചെയ്യുക. അതൊന്ന് നമ്മുടെ ലിപ്സിൽ അബ്സോർബ്, ഏത് സാധനമാണെങ്കിലും നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആകുമ്പോഴാണ് അതൊരു റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മളിതൊന്ന് അബ്സോർബ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇടുക, സാധാരണ പോലെ ലിപ്സ്റ്റിക് ഇടുക. പിന്നെ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ. അപ്പം ഇത് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. വീട്ടിലിരിക്കും ഇത് മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. നമ്മൾ ആദ്യം വിചാരിക്കും അത്ര നോർമലുള്ള ലിപ് ബാമിനെ പോലെ ഇങ്ങനെ പ്ലം ചെയ്തോ അങ്ങനെ നിൽക്കത്തൊന്നുമില്ല. പക്ഷെ അത് വേണ്ട പണി അത് എടുത്തോളൂ. നമുക്ക് പിഗ്മെന്റേഷൻ ആണ് പ്രശ്നമെങ്കിൽ അത് എന്തായാലും മാറിക്കോളും. നല്ല റിസൾട്ടാണ്. നിങ്ങൾക്ക് നിങ്ങൾ 2 വീക്ക് ഇത് യൂസ് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അതെനിക്ക് 100% ഗ്യാരണ്ടിയാണ്. നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പം ഇതാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇടാറുണ്ട്. ഇപ്പം ഞാൻ പോകുന്നതിന് മുന്നേ ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ്, ഇപ്പം ഓഫീസിലൊക്കെ പോകുന്നതിന് മുന്നേ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോകും. പിന്നെ എനിക്ക് നൈറ്റിൽ ഞാൻ യൂസ് ചെയ്യണത് ഈ സ്നെയിൽ യൂസ് ചെയ്യണുണ്ട്. എൻ്റെ സ്കിന്നിന് ഓയിലി ആണെങ്കിലും ഭയങ്കര ഡള്ളായിരുന്നു. അതായത് സ്കിൻ ടോൺ ഒക്കെ സെയിം ആയിരുന്നു, കുറച്ച് ടാൻ ഒക്കെ ഉണ്ടായിരുന്നു, ഇതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഡള്ളാണ് എന്ന് വെച്ചാൽ നമുക്ക് ഡള്ളായിട്ടുള്ള ഒരു സ്കിന്നും നാച്ചുറലി ഗ്ലോ ആയിട്ടുള്ള ഒരു സ്കിന്നും കണ്ടാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം എന്താ, ഇപ്പം ഒരാളുടെ ഡൾ ഫേസ് ആണെങ്കിൽ നമുക്ക് പറയാറ് എന്തോ ഒരു എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതേസമയം നമ്മൾ ഗ്ലോ ആയിട്ട് നിൽക്കുക, കൊറിയൻ ഗ്ലാസ് സ്കിൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് കുറച്ച് നാച്ചുറലി ഗ്ലോ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പൊ എന്റെ സ്കിന്ന് ഭയങ്കര ഡള്ളായിരുന്നു. അപ്പം എനിക്ക് ഹൈഡ്രേറ്റിംഗ് ആയിട്ട്, അതായത് ഓയിലി ആവരുത് ബട്ട് ഹൈഡ്രേറ്റിംഗ് ആയിരിക്കണം. അതായത് ഒരു പ്ലം ചെയ്തൊക്കെ നിൽക്കണം. സ്കിന്ന് നോക്കുമ്പോൾ തന്നെ കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്ന. അപ്പം ഞാൻ നൈറ്റിൽ അപ്ലൈ ചെയ്യുന്നത് ഇതാണ്. അതായത് ഞാൻ ആദ്യം സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ ക്ലെൻസർ യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു സ്നെയിൽ മ്യൂസിനാണ്. സ്നെയിൽ മ്യൂസിൻ എനിക്ക് നല്ലതായിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പം ഇതെന്റെ ബുദ്ധിമുട്ടില്ല. അപ്പം എനിക്ക് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ എനിക്ക് എന്തായാലും തോന്നുന്നത് വർക്കായിട്ട്. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ അങ്ങനെയൊന്നുമില്ല, ഓയിലി സ്കിൻ ആർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിന്റെ നന്നായിട്ട് പണിയെടുക്കുന്ന പരിപാടിയാണ്. കാരണം ഇത് വേറെ ഒന്നും ചെയ്യില്ല, നിങ്ങളുടെ സ്കിന്നിന് ഗ്ലോ ആയിട്ടിരിക്കും. നമ്മൾ രാവിലെ ഒക്കെ എണീക്കുമ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെ തുടുത്തിരിക്കുന്നത്, അങ്ങനെ തുടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ എങ്ങനെ പറയണത് എനിക്കറിയില്ല, ഞാൻ തുടുത്തിരിക്കുന്നതെന്നാ പറയുന്നത്. അപ്പൊ എനിക്ക് തുടുത്തിരിക്കുന്നതായിട്ട് തോന്നാറുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ ഇതൊരു ഇൻസ്റ്റന്റ് ഗ്ലോ തരും. ഗ്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ സ്കിന്നിനുള്ള ഗ്ലോ ഇല്ലേ, ചെറിയൊരു ഗ്ലോ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഇതിലെത്ര കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ അതിലും ഗ്ലോ ചെയ്ത് തരുന്നുണ്ട്. അപ്പം ഇത് ഞാൻ മോർണിംഗ് അപ്ലൈ ചെയ്യാറില്ല. എനിക്കിങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യണതിനോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ സെറം യൂസ് ചെയ്തു, മോയ്സ്ചറൈസർ യൂസ് ചെയ്തു, അതുപോലെ സൺസ്ക്രീൻ ഇട്ടു. അപ്പൊ എനിക്കിനി ഒരു ലെയറും കൂടെ ആഡ് ചെയ്യണമെന്ന് താല്പര്യമില്ല. പിന്നെ ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ ഒന്നും എന്നും ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാറില്ല. ഞാൻ യൂസ് ചെയ്യണത്
ഇപ്പം എന്തെങ്കിലും വെഡിങ്ങോ ഒരു ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. വീഡിയോസ് ചെയ്യുമ്പോഴും ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്കെന്തോ അത് അത്ര എനിക്ക് യൂസ് ചെയ്യണമെന്ന് താല്പര്യമില്ല. ഇപ്പൊ വെഡിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ലൈറ്റൊക്കെ ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ലൈറ്റൊക്കെ ഉള്ള ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മളുടെ സ്കിൻ നമ്മൾ അറിയണ്ടേ, അതുകൊണ്ട് യൂസ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. അപ്പം രാത്രി ക്ലെൻസ് ചെയ്യാം, ഇത് യൂസ് ചെയ്യും. ഇതിൽ ഇത് യൂസ് ചെയ്യുന്ന കുറേ പേരുണ്ട് ഇപ്പം. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ അല്ലെങ്കിൽ സ്കിന്നിൽ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ലിപ് ബാം, ഈ മൂന്ന് കാര്യങ്ങൾ, ക്ലെൻസ്, ഇത് അപ്ലൈ ചെയ്യുക, മോയ്സ്ചറൈസർ ഞാൻ മറന്നു, സോറി, മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലിപ് ബാം, ഇത്ര യൂസ് ചെയ്തിട്ടാണ് ഞാൻ നൈറ്റ് സ്കിൻ കെയർ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ട് തോന്നി. കാരണം ഞാൻ നേരത്തെ നൈറ്റ് സ്കിൻ കെയർ ചെയ്യുമെന്ന് ചോദിച്ചാൽ മോയ്സ്ചറൈസർ ഇടും, അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഒരു റൂട്ടൈൻ ആയിട്ട്, അല്ലെങ്കിൽ അത് റൂട്ടൈൻ ആയി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാതിരിക്കും. എനിക്ക് ഭയങ്കര മടിയാണ് സ്കിൻ കെയർ ചെയ്യാനായിട്ട്. പക്ഷെ അത് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. എനിക്ക് ഭയങ്കര മടിയായിരുന്നു ആദ്യം സ്കിൻ കെയർ ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ സ്കിന്ന് നമ്മളെ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ തന്നെ യൂസ് ചെയ്യും. പിന്നെ നമ്മൾ കുറെ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു റൂട്ടൈൻ ആവുന്നത്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ടീനിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഈ സ്കിൻ ലിപ്സ്. പിന്നെ ഈ ലിപ് ബാം അതും അപ്ലൈ ചെയ്യാം. എന്നിട്ട് അത്രയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏത് പ്രൊഡക്റ്റ്, ഇപ്പൊ എത്ര നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും അത് നിങ്ങളുടെ സ്കിന്നിൽ അറിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് അപ്ലൈ ചെയ്യുന്ന പോലെ നമ്മൾ ബോഡിക്ക് നല്ലോണം ഇത് കൊടുക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ലോണം വെള്ളം കുടിക്കാന്നുള്ളത്. എനിക്ക് വെള്ളം കുടിക്കാൻ നല്ല മടിയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് പൊതുവെ പെൺപിള്ളേർക്ക് വെള്ളം കുടിക്കാൻ മടിയാണ്. ഇനിയും വെള്ളം കുടിക്കുന്നവരുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല, ഞാൻ കേട്ടതാണേ പറയണേ. പക്ഷെ വെള്ളം നല്ലോണം കുടിക്കുക. നിങ്ങൾ എത്ര കുടിക്കാൻ പറ്റും, 3 ലിറ്റർ എങ്കിലും മാക്സിമം കുടിക്കാൻ ശ്രമിക്കാം. ഇപ്പൊ ഞാനിപ്പം 3 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിൻ്റെതായ റിസൾട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന, നല്ലോണം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഇത് മുഖത്തെ സ്കിന്ന് മാത്രമല്ല നമ്മുടെ ബോഡിയിലെ സ്കിന്നാണെങ്കിലും ഈ റിങ്കിൾസ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്കൊരു ഇത് തോന്നും. അത് നിങ്ങൾ കുടിച്ചു പോകുമ്പോൾ മനസ്സിലാവും. കുടിക്കുന്നവർക്കുണ്ടെങ്കിൽ അവർക്ക് അറിയാതിരിക്കാം. പിന്നെ നമ്മള് ഫ്രൂട്ട്സ്, അതായത് എല്ലാ ഫ്രൂട്ട്സും എനിക്ക് അങ്ങനെ എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കത്തില്ല. പക്ഷെ ഞാൻ ഈ ഒരു 1 മന്ത് ആയിട്ട് നല്ലോണം ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ നോക്കാറുണ്ട്. പ്രത്യേകിച്ചും വിറ്റാമിൻ സി ഉള്ള ഫ്രൂട്ട്സ്. കാരണം ഓറഞ്ച് അങ്ങനത്തെ ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് ദിവസം ഒരെണ്ണമൊക്കെ കഴിക്കാൻ പറ്റുമ്പോൾ ഒക്കെ കഴിക്കാൻ നോക്കാം. പിന്നെ ഉള്ളത് വെജിറ്റബിൾസ്. അത് നമുക്ക് എനിക്കിഷ്ടമില്ലാത്ത സാധനമാണ് വെജിറ്റബിൾ. ഞാൻ നേരത്തെ എൻ്റെ ഇതിൽ യൂസ് ചെയ്യത്തേയില്ല. ഞാൻ തന്നെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യണത്, PG-യിൽ നിൽക്കുന്നത്. എനിക്ക് വെജിറ്റബിൾസിനോട് വലിയ താല്പര്യമേ ഇല്ലായിരുന്നു. പിന്നെ നല്ലോണം ക്യാരറ്റ്, കുക്കുംബർ അങ്ങനെയൊക്കെ അങ്ങ് ആഡ് ചെയ്യാൻ പറ്റുമ്പോൾ ഒക്കെ ആഡ് ചെയ്യുക. എപ്പോഴും തിന്നാൻ പറ്റില്ല, പറ്റുന്നവരുണ്ട്, പറ്റാത്തവർക്ക് എപ്പോഴും തിന്നാൻ പറ്റില്ല. അപ്പോൾ അതും നന്നായിട്ട് ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ബോഡിക്ക് നല്ല ഫുഡ് കൊടുത്ത് അകത്തും നല്ല ഫുഡ് പുറത്തും നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നന്നായിട്ട്, പിന്നെ പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ട് നല്ലൊരു സ്കിൻ അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു സ്കിൻ കെയർ നമുക്കൊരു സ്കിന്നിന് കിട്ടുമോ അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കതിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താണോ കഴിക്കുന്നത് അതും നമ്മുടെ ബോഡിയിൽ റിഫ്ലക്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അപ്പൊ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക, അതെന്തായാലും നമ്മൾ കഴിക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കും. ഇപ്പൊ വീട്ടിൽ നിന്നാണെങ്കിലും തന്നുവിടുകയൊക്കെ ചെയ്യും. അപ്പൊ കൂടുതൽ ക്യാരറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. പിന്നെ ക്യാരറ്റ് ഒക്കെ സാലഡ് പോലെയൊക്കെ കഴിച്ചാൽ ഇത്ര നല്ല. ഇപ്പൊ കുക്ക് ചെയ്യുമ്പോഴല്ലേ അതിന്റെ ന്യൂട്രിയൻസ് ഒക്കെ പോകും. അങ്ങനെ കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴിക്കാൻ പറ്റാത്തവരല്ലാതെ രീതിയിൽ കഴിക്കുക. അങ്ങനെ വെള്ളം നന്നായിട്ട്, ഇതൊന്നും പറ്റത്തില്ലെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം വെള്ളം കുടിച്ചാൽ തന്നെ കുറച്ചൊക്കെ നന്നായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാം. അതായത് നമ്മൾ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ നമ്മുടെ സ്കിന്നിന്, അല്ലെങ്കിൽ നമ്മുടെ റൂട്ടൈൻ ആക്കാനായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതിൽ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, എൻ്റെ ഓയിലി സ്കിന്നാണ്. ഇപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവർ ഇത് യൂസ് ചെയ്യുക.
ശ്രദ്ധിക്കുക. ചില പ്രൊഡക്ട്സ് ഇപ്പം ഞാൻ യൂസ് ചെയ്ത മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ അല്ല പിന്നെയാണ് വിറ്റാമിൻ സി സിറം, അതൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര അത് ഓൾ സ്കിൻ ടൈപ്സിനുള്ളത്. അപ്പം നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.